ഡയമണ്ട് നെക്ലസിലായിരുന്നു ആദ്യമായിട്ട് ലിപ്സിങ് ചെയ്ത് കൊറിയോഗ്രാഫ് ഒക്കെ ചെയ്ത് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചു. സോ തുടക്കത്തിൽ ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. അത് ഇപ്പോഴും എനിക്ക് പാട്ട് കാണുമ്പോൾ അറിയാം. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുടെ വിചാരം ഞാൻ സിനിമ നിർത്തി പോയെന്നാണ്. ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ആർ ഹാവിങ് സച്ച് എ തോട്ട് ഓർ വൈ ദാറ്റ് കോൺവെർസേഷൻ ഈവൻ കെയിം. ഒരു ഫുൾ ലെങ്ത് ഒരു ഹീറോയിൻ ആയിട്ട് കാസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കില്ല. ചെക്കന്മാരെ സങ്കടം കാണിക്കാൻ പാടില്ല. ചെക്കന്മാർക്ക് ആകപ്പാടെ എന്താണ് കാണിക്കാൻ ഫ്രീലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വികാരം ദേഷ്യമാണ്. അതെന്താണ്? ആമ്പിള്ളേർക്കും അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേറെ വികാരങ്ങളും വേറെ വിഷമങ്ങളും ഒന്നുമില്ല. ഇപ്പം ഐ എം ഗിവിങ് യു റെസ്പെക്ട് ആൻഡ് ഐ എം ടോക്കിംഗ് ടു യു നൈസ്ലി ബിക്കോസ് ആസ് എൻ ഇന്റർവ്യൂവർ യു ആർ ഓൾസോ എന്താണ് ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ബട്ട് ഇൻ എ ലോട്ട് ഓഫ് അതർ യൂട്യൂബ് ക്ലിപ്സ് ദാറ്റ് ഐ ഹവ് സീൻ, ചില ആൾക്കാർ കേൾക്കുന്ന ചോദ്യം ചോദിച്ചാൽ ഐ വാസ് ഓൾസോ ലൈക്ക് വൈ ആർ ദേ ആസ്കിങ് such sort of questions. You are not allowed to make somebody feel bad because they do not meet up to your standards of beauty. Exactly. എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പോട്ടെ, ഞാൻ പോയേനെ. കാരണം എനിക്ക് അറിയാം എന്റെ അറിയാത്ത പണിക്കാണ് ഞാൻ പോയെന്ന് ഞാൻ അപ്പൊ സമ്മതിച്ചേനെ. പക്ഷെ ലൈക്ക് ബോഡി ഷേമിംഗ് ആൻഡ് ഓൾ ഇസ് നോട്ട് അലൗഡ്. You overthink a lot. ഓഫ് കോഴ്സ് ഇഷ്ടം പോലെ. അയ്യോ ചോദ്യം വേണം. ഞാൻ ആലോചിച്ച് അതല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ ഫിലോസഫിക്ക് എഴുതി വെക്കുന്നത്. എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെ. I can't say ADHD, but I would definitely say traits. ADHD like traits. പലപ്പോഴും ഇപ്പോഴത്തെ സിനിമയും നമ്മുടെ പണ്ടത്തെ സിനിമയും കാണുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇവിടെ ഒരു വില ഇല്ലേ എന്നാണ്. ഇപ്പം എനിക്കൊന്ന് സെക്കൻഡ് ഷോന്റെ ലോഞ്ച് തൊട്ടാണ് ഞാൻ ഇവനെ പരിചയപ്പെട്ടത്. അന്ന് തൊട്ട് ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഗ്യാപ്പ് വന്നു. ഞാൻ കുറെ പടങ്ങള് വേണ്ടാന്ന് പറഞ്ഞത് was not because I wanted to say no, but there were ചുറ്റുപാടും whatever lot of certain issues and circumstances കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. Q സ്റ്റുഡിയോയിൽ ഗൗതമി നായർ, വെൽക്കം. Thank you so much. How are you doing? I'm fine. ഗൗതമി നായർ എന്ന് പറഞ്ഞ ഒരുപാട് പേർക്ക് പേര് കേൾക്കുമ്പോഴായാലും സ്ക്രീനിൽ കാണുമ്പോഴായാലും ആദ്യം വരുന്നത് ഡയമണ്ട് നെക്ലസിലെ പാട്ടാണ്. എങ്ങനെയായിരുന്നു ഡയമണ്ട് നെക്ലസിലേക്കുള്ള ഒരു എൻട്രി കാര്യങ്ങളൊക്കെ? സെക്കൻഡ് ഷോ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ ടീസർ പോലത്തെ എന്തോ അവര് നവംബറിലോ ഒക്ടോബറിലോ എന്തോ ഇറക്കിയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഐ തിങ്ക് there was some കൺഫ്യൂഷൻ റിഗാർഡിങ് കാസ്റ്റിന്റെ എന്തോ ഡയമണ്ട് നെക്ലസിന്റെ. അപ്പം ഈ ട്രെയിലർ കണ്ടിട്ട് സമൃദ്ധ ചേച്ചിയും വിനോദ് ഷൊർണൂറുണ്ട്, വിനോദേട്ടനും കൂടെ രണ്ടുപേരും ഐ തിങ്ക് ബോത്ത് ഓഫ് ദം റെക്കമെൻഡഡ് ഇങ്ങനെ നമുക്ക് ഇന്നൊരാൾ നോക്കിയാലോ, പുള്ളിക്കാരി ഇപ്പം ചെയ്തേ ഉള്ളെന്ന രീതിയിൽ ആ ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇവര് കൊച്ചിയിലേക്ക് വിളിച്ചു, വിനോദേട്ടൻ വിളിച്ചായിരുന്നു. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ലാലു അങ്കിളുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അവർ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതങ്ങ് എങ്ങനെയോ അത് ലുക്ക് ടെസ്റ്റ് ഓക്കെ ആയി. ഇത് കറക്റ്റ് ഞാൻ ചിക്കൻ ബോക്സ് കഴിഞ്ഞിട്ട് എന്റെ മുഖത്തൊക്കെ ഫുൾ കറുത്ത പാടും ഒരുമാതിരി വെയിറ്റ് ഒക്കെ കുറഞ്ഞ് ഇങ്ങനെ എല്ലാം പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ ഇരുന്ന് ലുക്ക് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയി. പിന്നെ ഞാൻ വീട്ടിൽ പോയി. പിന്നെ എന്താണ് ഞാൻ പിന്നെ കൊച്ചിക്ക് പിന്നെ കോൺട്രാക്ട് സൈൻ ചെയ്തു. അങ്ങനെയാണ് പടം ആക്ച്വലി ആയത്. അല്ലാതെ ആ ട്രെയിലർ ഇറങ്ങിയതോടെയാണ് എല്ലാരും എനിക്ക് തോന്നുന്നു നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഈ ഡയമണ്ട് നെക്ലസിന്റെ ജേർണിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാട്ടാണ്. ഒരു തമിഴ് നായകനാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഫഹദ് ഫാസിലാണ്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫഹദ് ഫാസിൽ ഉണ്ട്, അതായത് ഫഹദ് ഫാസിലെ കണ്ണ് അഭിനയിക്കുന്നതൊക്കെ. ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു 3-4 സിനിമകളുണ്ട്, ചാപ്പാക്കുരിശ്, ഡയമണ്ട് നെക്ലസ്. ആ ഒരു ചേഞ്ച് ആണ് ഫാഫ എന്നൊരു പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത്. അതിന്റെ തുടക്കത്തിൽ കൂടെ ഉണ്ടായ ഒരാളാണ്. ഫഹദ് ഫാസിലിന്റെ കണ്ണിലെ അഭിനയൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് കണ്ടു തുടങ്ങിയതാണ്. How was working with Fafa? It was wonderful. I definitely think he will always be one of my favorite co-stars. Because നല്ല രസമായിരുന്നു സെറ്റില്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എന്റെ പല റിയാക്ഷൻസും ആ സമയത്ത് വാസ് പ്യൂർലി ബിക്കോസ് ഓഫ് ചില സീൻസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ലാലു അങ്കിളും ഫഹദും കൂടെ രഹസ്യമായിട്ട് ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് സൈഡിൽ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്ന പറയും. 2-3 എനിക്ക് തോന്നുന്നു എവിടേക്കോ പാട്ടിന്റെ ഇടയിലോ ഏതൊക്കെയോ ഒരു സീനിൽ എന്നിട്ട് ടപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അത് പറഞ്ഞു കാണത്തില്ല, ഷോട്ടിന്റെ ഇടയിൽ അത് കൊണ്ടിടും. അപ്പം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനും കിട്ടും. സോ കുറെ ഷോർട്സ് ഒക്കെ ആയി കുറെ സ്ഥലത്ത് ഐ റിമെമ്പർ ഇങ്ങനെ ചെറിയ ഇംപ്രൂവ് നടത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ബട്ട് യാ, ഫാന്റാസ്റ്റിക് കോ ആക്ടർ. ഐ അബ്സല്യൂട്ട്ലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത്. ഇനി പാട്ടിനെ കുറിച്ച് പറ. കാരണം ഞാൻ ആക്ച്വലി ഈ പാട്ട് കോളേജിൽ ആർട്സ് ഡേക്ക് പാടിയിട്ടുണ്ട്. ഇല്ല അങ്ങനെ പാടാറ്, അന്ന് ഞാൻ എയറിലായിരുന്നു പാടിയിട്ട്. സോ ഈ പാട്ട് ഒരുപാട് പേർക്ക് ദുബായ് അതേപോലെ തന്നെ നാട്ടിലെ കണക്ഷൻ ഒക്കെ കൊണ്ടുവരുന്ന വിദ്യാസാഗറിന്റെ മ്യൂസിക്, നജീം അർഷാദ്, അഭിരാമി അജയ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് പാടിയത്. സ്ക്രീനിൽ വരുമ്പോൾ ഗൗതമിയും
ഫഹദും ഉണ്ട്. ആ ഒരു സോങ് ഷൂട്ടിംഗ് സീക്വൻസ് അതിനെക്കുറിച്ച് അതിന്റെ ഒരു മെമ്മറി ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സോങ് രസമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഷോയിലും എനിക്ക് അങ്ങനെ ഈ സ്വന്തമായിട്ടൊരു ലിപ്സിങ്ക് ചെയ്ത് എനിക്ക് പാടേണ്ടി വന്നിട്ടില്ലായിരുന്നു. അപ്പം ഡയമണ്ട് നെക്ലസിലായിരുന്നു ആദ്യമായിട്ട് ലിപ്സിങ്ക് ചെയ്ത് കൊറിയോഗ്രാഫ് ഒക്കെ ചെയ്ത് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച്. സോ തുടക്കത്തിൽ ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. അത് ഇപ്പോഴും എനിക്ക് പാട്ട് കാണുമ്പോൾ അറിയാം. ഓക്വേർഡ്നെസ് ഇങ്ങനെ കുറഞ്ഞ് എന്റെ ബോഡി ലാംഗ്വേജിൽ എനിക്ക് ഷൂട്ടിങ്ങിന് ആ സോങ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇറ്റ്സ് വെരി എവിഡന്റ് ഫോർ മീ. എനിക്ക് കറക്റ്റ് എനിക്ക് അറിയാം. ബട്ട് ഇനിഷ്യലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. കാരണം ചെയ്യാത്ത ഒരു സംഭവം ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ എന്താണ് ഇങ്ങനെ ടി വിയിൽ നമ്മൾ കാണുന്നല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലെക്സിബിലിറ്റി കുറവ്. ഐ മീൻ ഒരു ചമ്മല്. ബേസിക്കലി ഫ്ലെക്സിബിലിറ്റിയുടെ അല്ല, ഇത്ര ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെയാണ് ഞാൻ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിന് അതിന്റെ ഒരു ചെറിയൊരു ചമ്മൽ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇറ്റ് വാസ് വെരി ഈസി ബിക്കോസ് ഓഫ് ദ ടീം ആൻഡ് എവറിബഡി അറൌണ്ട്. ഒരു ഇടയ്ക്ക് ഞാൻ ഔട്ട് ഓഫ് ക്യാരക്ടറായി പോയിട്ട് ഞാൻ ഞാൻ പറയുന്നില്ല എവിടാന്ന് സോങ്ങിൽ, പക്ഷെ ഒരു സ്ഥലത്ത് ഇല്ലില്ല ഒരു സ്ഥലത്ത് ഞാൻ എന്തോ അലമ്പായിട്ട് ഞാൻ തന്നെ കട്ടെന്ന് വിളിച്ചു. എല്ലാരും ദേഷ്യപ്പെട്ടി എന്താണ് ഇവിടെ കാണിക്കുന്നത്, ആരാ കട്ടെന്ന് വിളിച്ചെന്നൊക്കെ അല്ല. നിങ്ങൾ ഫുൾ ചൂടായി. ഞാൻ പിന്നെ കരഞ്ഞ് കൊളമായി. അയ്യോ അത് ഐ ഡെഫിനറ്റ്ലി റിമെമ്പർ ദാറ്റ്. അത് എവിടാന്ന് വെച്ചാൽ ആ പുള്ളിക്കാരി ബെല്ലി ഡാൻസിങ് ചെയ്യുന്നതിന്റെ അവിടെ എന്തോ എന്റെ കയ്യിൽ നിന്ന് ക്യാരക്ടർ ഔട്ടായി പോയിട്ട് എന്തോ മണ്ടത്തരം ഞാൻ ചെയ്ത് അവിടെ ഞാൻ കരഞ്ഞ്. ലൈക്ക് ഐ സെഡ്, ആദ്യമായിട്ട് നമ്മള് പിക്ചർ ചെയ്തിട്ട് ആദ്യമായിട്ട് ലിപ്സിങ് ചെയ്തൊരു സോങ്ങിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. സോ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി ദേർ ത്രൂ ഔട്ട് ദ ഹോൾ തിങ്. കുറെ ആൾക്കാരുടെ ആ സമയത്ത് ക്രഷ് ആയിരുന്നു ഗൗതമി. സ്പെഷ്യലി അതെനിക്കറിയത്തില്ല, ഓക്കെ. സ്പെഷ്യലി ആ മിററിൽ നോക്കിയിട്ടുള്ള പാട്ട് ഓ മേലെ ആ ഒരു പോർഷനൊക്കെ ഇറ്റ്സ് വെരി നൈസ്. ഞങ്ങൾക്ക് ഇപ്പോഴും കുറെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് കോളേജ് മെമ്മറീസ് ഒക്കെ അതിൽ കിടക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് സച്ച് എ വണ്ടർഫുൾ ക്യാരക്ടർ. താങ്ക് ദം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് ഇപ്പോഴും ഞാൻ സിനിമ കാണുമ്പം ഐ ഡോണ്ട് നോ ഹൗ ഐ ഡിഡ് ദാറ്റ് മൂവി. ബട്ട് അത് ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഡയമണ്ട് നെക്ലസ് അതേപോലെ വളരുമെന്ന്. പക്ഷെ അന്ന് എന്തോ മാജിക് എല്ലാരും കൂടെ കാണിച്ച് ഇറ്റ് വർക്ക്. നൈസ്. ഗൗതമി എന്ന് പറഞ്ഞ പേര്, ഗൗതമി എന്ന് പറഞ്ഞ ആക്ട്രസ് ഒരുപാട് കാലത്തിന് ശേഷം സിനിമയിലേക്കൊക്കെ തിരിച്ചു വരുമ്പോഴേ പൊതുവെ എല്ലാവരും ചോദിക്കുന്നതാണ് എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന്. ഐ നോ അവിടെ സൈറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വേറൊരു കരിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആസ് എൻ ആക്ടർ പെർസ്പെക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ എവിടെയായിരുന്നു? ഞാൻ ആക്ച്വലി എങ്ങും പോയില്ല. എല്ലാവർക്കും ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കുറേ ടെക്നിക്കലായിട്ട് ടെക്നീഷ്യൻസും കുറേ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുടെ വിചാരം ഞാൻ സിനിമ നിർത്തി പോയെന്നാണ്. ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ആർ ഹാവിങ് സച്ച് എ തോട്ട് ഓർ വൈ ദാറ്റ് കോൺവെർസേഷൻ ഈവൻ കെയിം. ബിക്കോസ് ഞാനായിട്ട് എങ്ങും എൻ്റെ വായിന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സിനിമ നിർത്തിയെന്ന്. അൺഫോർച്ചുനേറ്റ്ലി കുറേ നല്ല പടങ്ങൾ ഐ ഹാഡ് ടു സേ നോ ടു. ബിക്കോസ് എനിക്കൊന്ന് കോളേജ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കൊന്ന് പരീക്ഷയും ഇതെല്ലാം ഒന്നിച്ച് വന്നുകൊണ്ട് ഐ സോർട്ട് ഓഫ് ഗേവ് പ്രയോറിറ്റി ടു വൺ ഓവർ ദി അതർ, വിച്ച് നൗ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വാസ് ദ റൈറ്റ് തിങ്. ബട്ട് അങ്ങനെ ചോദിച്ച റിഗ്രറ്റ്സ് ഇല്ല. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ ആ കുറച്ച് ചോയ്സ് എടുത്തതിന്റെ ഭാഗമായിട്ടായിരിക്കും ആൾക്കാർ വിചാരിച്ചത് ഓക്കെ പുള്ളിക്കാരി ഇപ്പം എന്താണ് ഫുൾ ടൈം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ്. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല. ഇടയ്ക്ക് എന്താണ് ഇടയ്ക്ക് ബ്രേക്സ് വരുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ആഡ്സ് ഒക്കെ ചെയ്തത്. ആ സമയത്തായിരുന്നു ധോണിയുടെ കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഹാപ്പൻഡ്. സോ അങ്ങനെ ഇങ്ങനെ വന്നും പോയും ഉണ്ട്. ബട്ട് ലൈക്ക് ഐ സെഡ് ഐ എം വെയിറ്റിംഗ് ഫോർ സം ഗ്രേറ്റ് ക്യാരക്ടർ വെർ ഐ കൻ ഡു സംതിങ് ലൈക്ക് യുനോ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. സോ ഇപ്പൊ ടെക്നീഷ്യൻസ് എടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരുടെ ഇടയിൽ തന്നെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗൗതമി ആക്ടിങ് നിർത്തിയോ? അത് അവരല്ല, ഞാൻ അറിഞ്ഞത് ഏതൊക്കെയോ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടന്മാര് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വലിയൊരു പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ഡിസ്കഷനിൽ ഇരിക്കുന്ന ഏതൊരു പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു ആ കുട്ടി ഇപ്പൊ അഭിനയിക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കേട്ടത്. പക്ഷെ ആ ഒരു സമയത്ത് എന്നെ ആർക്കും ഫോൺ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നേരിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു. ഈ ഗൗതമി എപ്പോഴും ഇതേപോലെ ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു. നേരത്തെ ഇല്ലായിരുന്നു. ബട്ട് ഓഫ് ലേറ്റ് എനിക്ക് ഞാൻ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അക്വൈൻറ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരോട് ഡെഫിനറ്റ്ലി ഐ ബിൻ റീച്ചിങ് ഔട്ട് ടു ദം സേയിങ് സി ഞാൻ ഇവിടെ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് വിളിക്കുക. അതിപ്പം ഐ ഡോണ്ട് കൺസിഡർ എന്താണ് ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത് ഒരു ഹീറോയിൻ ആയിട്ട് കാസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കില്ല. ഐ ഫീൽ ദാറ്റ് ഇഫ് യു ആർ എ ട്രൂ ആർട്ടിസ്റ്റ്, അതിപ്പോൾ 5 മിനിറ്റ് ആണെങ്കിലും 50 മിനിറ്റ് സ്ക്രീൻ സ്പേസ് ആണെങ്കിലും you should 30 seconds or 5 minutes of your time is enough for you to prove that you know നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു അത്രയൊരു ടൈം പീരീഡ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ സ്ക്രീൻ സ്പേസ് ഡസന്റ് മാറ്റർ ആസ് ലോങ് ആസ് ദ ക്യാരക്ടർ ഹാസ് സം റെലവൻസ് ടു ദ സ്റ്റോറി ആൻഡ് ദ ഫാക്ട് ദറ്റ് ഞാൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ then there's no point in doing that character. പക്ഷെ അങ്ങനെ പിന്നെ അത് മാത്രമല്ല, ഐ തിങ്ക് ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഗുഡ് ടീംസ്.
നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല നല്ല ടീംസ് ആണ്, നല്ല മൂവി മേക്കേഴ്സ് ആണ്, നല്ല ടെക്നിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് മോർ എക്സൈറ്റിംഗ് ടു വർക്ക് വിത്ത് സച്ച് ടെക്നിക്കലി സൗണ്ട് പീപ്പിൾ. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. ടു സേ ദാറ്റ് 10 വർഷം കഴിയുമ്പോഴത്തേക്കും പറയാലോ പണ്ട് ഞാൻ ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള പറയുന്നതിലൊരു ഒരു പ്രൈഡ് ഇൻ ദാറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി ദാറ്റ്. ആ പ്രൈഡ് ആക്ച്വലി എനിക്ക് എപ്പോഴാണ് ഫീൽ ചെയ്തതെന്ന് അറിയോ? 2018 പോസ്റ്റർ റിലീസാവുന്നതിൽ നമുക്ക് അതിലെ ലീഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്റ്റോറിയാണ്. സോ പേരിങ്ങനെ ഓരോന്ന് വായിച്ചു വരുന്നു. ഇന്ദ്രൻ ചേട്ടൻ, അതേപോലെ തന്നെ ആസിഫ് അലി, അങ്ങനെ പേര് വായിച്ചു വരുമ്പോൾ ഗൗതമി നായർ എന്ന് പറഞ്ഞ പേര് കണ്ടു. സോ അത് നമുക്ക് കൊണ്ടുവരുന്ന ഒരു എക്സൈറ്റ്മെന്റ്. ഗൗതമി സെയർ ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. പക്ഷെ അത് പറഞ്ഞതിൽ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. റിയലി ഞാൻ ആക്ച്വലി ജൂഡിനെ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്നത് തട്ടത്തിൻ മറയത്തിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. സോ ജൂഡ് ആ സമയത്ത് വിനീതിന്റെ കറക്റ്റ് എന്ത് ടെക്നിക്കലി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ഹി വാസ് എ പാർട്ട് ഓഫ് ദി ഡയറക്ടേഴ്സ് ടീം. അപ്പൊ ആ സമയത്ത് ഐ റിമെമ്പർ ഓൾ ഓഫ് ദം വെരി എക്സൈറ്റഡ് ടു ടോക്ക് ടു മീ. ഇത് ഡയമണ്ട് നെക്ലസ് ഇറങ്ങി കഴിഞ്ഞ സമയമാണ്. സോ ആ ഒരു എനിക്ക് ഓർമ്മ ജൂഡ് അന്ന് എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ട് അത് യൂട്യൂബിലൊക്കെ ജൂഡിന്റെ ഏതോ അക്കൗണ്ടിൽ നിന്ന് അപ്ലോഡ് ഒക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ജൂഡ് ആ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് പോയി തപ്പിപ്പോ എനിക്ക് തോന്നുന്നു റെക്കോർഡിംഗ് വാസ് സ്റ്റിൽ ദേർ. സോ ആ സമയത്തായിരുന്നു ഞാൻ ജൂഡിനെ ഒക്കെ ആക്ച്വലി പരിചയപ്പെട്ടത്. ആൻഡ് ഓം ശാന്തി ഓശാനയില് ജൂഡ് ഹാഡ് കോൾ മീ. ഈ മറ്റേ അതന്നെ പുള്ളിക്കാരിയുടെ റോള് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സേ നോ ഡ്യൂ ടു സിറ്റുവേഷൻസ് നോട്ട് ഇൻ മൈ ഹാൻഡ്. അപ്പൊ അത് കാരണം എനിക്ക് ആ പടം ചെയ്യാൻ പറ്റിയത് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നിവിനും ഞാനും ആ സമയത്ത് വി വർ റിയലി ക്ലോസ്. നസ്രിയ ഓൾസോ വാസ് എ റിയലി ഗുഡ് ഫ്രണ്ട് ദെൻ. അപ്പം നിവിനും വിളിച്ചു, ജൂഡും വിളിച്ചു, എല്ലാരും വിളിക്കുന്നു. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഐ ഹാഡ് ടു ലെറ്റ് ദാറ്റ് മൂവി ഗോ. അപ്പൊ രണ്ടാമത് ജൂഡ് വിളിച്ചപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് കെയർ. 1 മിനിറ്റ് ഉള്ള സ്ക്രീൻ സ്പേസ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ജൂഡിൻ്റെ കൂടെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം ആഫ്റ്റർ ലൂസിങ് ഔട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. സോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചോദിച്ചില്ല, ജൂഡ് വിളിച്ചു, ഞാൻ കണ്ണടച്ചു, ഞാൻ പോയി. ദാറ്റ് വാസ് വെരി ഇത്ര ഉള്ളായിരുന്നു. ഗൗതം ഇപ്പൊ പറയുമ്പോഴായാലും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, നമുക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുമ്പോൾ ഇറ്റ് ഇസ് ഈസി, പക്ഷെ ആ സമയത്ത് ഗോയിങ് ത്രൂ വാസ് നോട്ട് ദാറ്റ് സംടൈംസ് കൂൾ. ശരിയാണ്, നമുക്ക് സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. അതിനുശേഷം ഈ കോവിഡിന്റെ സമയത്തൊക്കെ ആയിട്ടും അതിനുശേഷമൊക്കെ ആയിട്ടും യു ആർ ടോക്കിംഗ് അബൌട്ട് മെന്റൽ ഹെൽത്ത്. I think mental health was not something I took to the side because എനിക്ക് 2018 തൊട്ട് ഞാൻ സൈക്കോളജി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംവേ സബ്കോൺഷ്യസ്ലി അത് മനസ്സിനുള്ളിൽ ഇതിങ്ങനെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡ് അടിച്ചപ്പോഴത്തേക്കും ചുറ്റുപാടുള്ള എല്ലാവരുടെയും അവസ്ഥയും കൂടെ കണ്ടപ്പോഴത്തേക്കും ഐ റിയലൈസ്ഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ. ആൻഡ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റാത്തതുകൊണ്ട് എവറിബഡി സിറ്റിംഗ് ഓൺലൈൻ. സോ ദെൻ സോഷ്യൽ മീഡിയ വാസ് ദ ബെസ്റ്റ് വേ ടു ട്രൈ ഗെറ്റ് ദ മെസ്സേജ് ഔട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഫൈൻ, എന്തായാലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, വെറുതെ എന്തെങ്കിലും ഇടുന്നേക്കാട്ടിലും നല്ലത് കുറച്ച് ആൾക്കാർക്ക് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വെച്ചിട്ടാണ് ഞാൻ പല പോസ്റ്റ്സും പല സ്റ്റോറീസും ഒക്കെ എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കും. ഐ മൈറ്റ് റിലേറ്റ് ടു ഇറ്റ്, ടു ഐ മൈറ്റ് സീ പീപ്പിൾ അറൌണ്ട് മീ ഗോയിങ് ത്രൂ ഇറ്റ്. സോ ഐ വിൽ ജസ്റ്റ് പുട്ട് ഇറ്റ് ഹോപ്പിംഗ് ദാറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് ലൈക്ക് യു ആസ്ക്ഡ്, COVID was when that realization hit. Like so many people വീട്ടിനകത്ത് ഇരുന്നിട്ട് അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, വെളിയിറങ്ങാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂസ്, അവരുടേതായ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്തായപ്പം എനിക്ക് മാത്രമല്ല ഇറ്റ് ബിക്കെയിം വെരി റെലവെന്റ് ടു എവറിബഡി അറൌണ്ട് us. So then that's when I realized, okay, maybe sitting in this position, if I can do something, ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിലൊന്ന് ഞാൻ ചിന്തിച്ച് അങ്ങനെ ചെയ്തതാണ്. There wasn't much അങ്ങനെ ഇരുന്ന് ആലോചിച്ചില്ല, പെട്ടെന്ന് ഇൻസ്റ്റന്റ് ഒരു സമയത്ത് ഒരു തോന്നി ചെയ്തു, അത്രേ ഉള്ളൂ. മച്ച് തോട്ട് ടു ഇറ്റ്, അങ്ങനൊന്നും ഇല്ല. മോസ്റ്റ് ഓഫ് മൈ ഡിസിഷൻസ് ആർ അപ്പൊ തോന്നി ശരിയാണെന്ന് തോന്നുന്നു, ഓക്കെ വൈ നോട്ട്, വേറെ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ആക്ടറാണ്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂറോ സയൻസിൽ. അതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോ PhD എന്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ ന്യൂറോ തന്നെയാണ്, ഞാനിപ്പോ സൈക്കാട്രിയിലാണ്. പക്ഷേ ഇറ്റ്സ് മെയിൻലി ടോപ്പിക് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് റേഡിയോളജി ആൻഡ് സൈക്കാട്രി ആൻഡ് സൈക്കോളജി ആൻഡ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ചേർന്നിട്ടാണ് എൻ്റെ PhD ടോപ്പിക് ആക്ച്വലി. ഇപ്പോഴും പല ആൾക്കാർക്കും ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഒരു വാല്യൂ എത്രയാണ് എന്നൊന്നും പലർക്കും അറിയില്ല. So as a psychologist, as a clinical psychologist,
How important it is. I think the best way to change a society is to teach your children young. അപ്പം നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മാറാൻ. കാരണം നമ്മൾ എന്താണ് ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് നമ്മൾ ശരിയായിട്ട് വിചാരിക്കുന്ന 20, 30, 40, 50 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റാന്നൊരു ബിലീഫ്സ്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മമാർക്കും തർക്കിക്കാൻ നിൽക്കാറില്ല. കാരണം നമുക്കറിയാം എന്ത് പറഞ്ഞിട്ടും അവരവരുടെ ആ ബിലീഫ് സിസ്റ്റം മാറ്റാൻ പോകുന്നില്ല എന്ന്. സോ ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു സ്ട്രഗിൾ ഓർ ഡീലിംഗ് വിത്ത് ഡിസ്കംഫർട്ട് വെൻ യുവർ ഓൾഡ്, കുട്ടികളെ എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ തൊട്ടേ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വിഷമം വന്നാലും അത് തെറ്റല്ല. ഇപ്പൊ ചെറുക്കന്മാരാണെങ്കിലും ചെക്കന്മാരെ കരഞ്ഞാ പ്രശ്നം, ചെക്കന്മാരെ സങ്കടം കാണിക്കാൻ പാടില്ല. ചെക്കന്മാർക്ക് ആകപ്പാടെ എന്താണ് കാണിക്കാൻ ഫ്രീലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വികാരം ദേഷ്യമാണ്. അതെന്താണ്? ആമ്പിള്ളേർക്കും അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേറെ വികാരങ്ങളും വേറെ വിഷമങ്ങളും ഒന്നും ഇല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആങ്കർ. ദേ ആർ അലൗഡ് ടു ക്രൈ, ദേ ആർ അലൗഡ് ടു ഷോ ഹാപ്പിനെസ്, ദേ ആർ അലൗഡ് ടു ബി വീക്ക്. പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ ഈ ഒരു എന്താണ് ഇമോഷണൽ ഫ്രീഡം കൊടുക്കേണ്ടത്. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. അങ്ങനെ പല പല രീതിയിലും വി ഹാവ് ടു ചേഞ്ച് ഓർ വി ഹാവ് ടു സ്റ്റാർട്ട് യങ്. കുട്ടികളിൽ നമുക്ക് പതുക്കെ പതുക്കെ ഈ ഒരു അവയർനെസ് തുടങ്ങാൻ പറ്റുവാണെങ്കിൽ ഐ ഫീൽ ബൈ ദ ടൈം നമ്മളൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും വി മൈറ്റ് സീ എ ലോട്ട് ഓഫ് ചേഞ്ച്. യെസ്. ഹൗ ഇമോഷണൽ ആർ യു? ഇമോഷൻ ഒക്കെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യും. Because sorry, I didn't let you finish your question. No, how emotional are you? അത് തന്നെ. Very emotional. Very. പക്ഷെ എനിക്ക് തോന്നുന്നു സൈക്കോളജി പഠിച്ചുകൊണ്ട് എവിടെയോ അത് അതിന്റെ ഉള്ളിൽ കൂടെ നാവിഗേറ്റ് ചെയ്യാൻ പഠിച്ചു. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഗൗതമി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വെന്റ് വെരി വൈറൽ. കുറെ ഇത് ഇന്ന ആളെ ഉദ്ദേശിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഞാനത് ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞല്ല. ബട്ട് ഐ തിങ്ക് പ്രോബബ്ലി ദ ടൈമിംഗ് ഓഫ് ഇറ്റ് വാസ് റോങ്. ഓർ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത സെന്റൻസ് ചിലപ്പം തെറ്റായിരിക്കും. ബട്ട് ഞാനത് പേഴ്സണലി ആരെയും ടാർഗറ്റ് ചെയ്ത് ആക്ച്വലി പറഞ്ഞതല്ലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് എൻഡഡ് അപ്പ് മേക്കിംഗ് ന്യൂസ് ഒരു കാര്യമില്ലാതെ. സോയാ, അത് ഞാൻ ആരെയും ഉദ്ദേശിച്ചും ഇറ്റ് വാസന്റ് ടു കോസ് എനി സോർട്ട് ഓഫ് റെസ്പെക്ട് എങ്ങനെയാണ് ഗസ്റ്റ് കൊടുക്കണ്ടേന്നുള്ളതല്ലേ? I mean, respect is two way, right? If I'm giving you respect and I'm talking to you nicely, because as an interviewer, you are also എന്താണ് ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ബട്ട് ഇൻ എ ലോട്ട് ഓഫ് അതർ യൂട്യൂബ് ക്ലിപ്സ് ദാറ്റ് ഐവ് സീൻ, ചില ആൾക്കാർ കേൾക്കുന്ന ചോദ്യം ചോദിച്ചാൽ ഐ വാസ് ഓൾസോ ലൈക്ക്, വൈ ആർ ദേ ആസ്കിങ് സച്ച് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്? ദിസ് ഇസ് നോട്ട് വൈ ഐ ആം കമ്മിങ് എന്നാണ്. ഞാനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കേൾക്കാനായിട്ടല്ലല്ലോ. അപ്പം പലരും പല രീതിയിൽ റിയാക്ട് ചെയ്യും. സോ ലൈക്ക് ഐ സെഡ്, റെസ്പെക്ട് ഇസ് ഗിവ് ആൻഡ് ടേക്ക്. ഇഫ് യു ഗിവ് റെസ്പെക്ട് യു വിൽ ഗെറ്റ് റെസ്പെക്ട്. അത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ തിരിച്ച് കിട്ടണം എന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല, ഒരു നിർബന്ധം പറയാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും വികാരങ്ങളില്ല, എല്ലാവർക്കും ഇമോഷൻസ് ഇല്ലേ. സോ അത് യു ഷുഡ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് എവറിബഡി ഈസ് ബീങ് റെസ്പെക്റ്റഡ്. പ്രത്യേകിച്ചും when I meant when you're calling people for interviews. Yes. You can't ask such എന്താണ്, I don't know the right word also, പക്ഷേ ചില ചോദ്യങ്ങൾ ആർ വെരി ഡിസ്റെസ്പെക്ട്ഫുൾ. ഇറ്റ്സ് നോട്ട് നൈസ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, യു പോസ്റ്റ് ലോട്ട് ഓഫ് തിങ്സ് ഓൺ സോഷ്യൽ മീഡിയ. ഞാൻ സോഷ്യൽ മീഡിയ ചെകഞ്ഞുകൊണ്ടാണ്. കാരണം എവറി ഫോട്ടോ വിൽ ഹാവ് സം സ്റ്റോറി ടു ടെൽ. ഓക്കെ, കൈൻഡ് ഓഫ് സം മെമ്മറീസ്. അപ്പൊ അത്തരത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത, വാവ്, ദിസ് ഇസ് സോ നൈസ്, ദിസ് ഇസ് സോ ക്യൂട്ട് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അതിന്റെ പിറകിലുള്ള സ്റ്റോറി നമുക്കൊന്ന് പറയാം. ആദ്യത്തെ ഫോട്ടോ, യു പോസ്റ്റഡ് ഇറ്റ് ഓൺ 2023 on February 4th. This was 11 years. അതന്നെ എനിക്ക് തോന്നുന്നു സണ്ണി അന്ന് എന്തോ ഞാനാണെങ്കിൽ മറന്നുപോയി. അതെ, ഞാൻ മറന്നുപോയി ഇത് എന്താണ് ഇതിന്റെ കാര്യം. അന്ന് റിലീസിന്റെ ദിവസമായിരുന്ന കാര്യം ഞാൻ മറന്നുപോയി. പെട്ടെന്ന് സണ്ണി എനിക്ക് വാട്സാപ്പില് ഇതങ്ങോട്ട് അയച്ചു തന്നു. അപ്പോഴാണ് ഓർത്തത്, അയ്യോ മറന്നു, 11 വർഷമായല്ലോ. അപ്പൊ സണ്ണി അയച്ച അതേ സാധനം എടുത്ത് ഞാൻ അങ്ങോട്ട് എന്താണ് പോസ്റ്റ് ആക്കി. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്താണ് ഒരു ഫുൾ എല്ലാ പടത്തിന്റെയും ഇതെടുത്ത് എനിക്ക് എന്തോ ആ സമയത്ത് തോന്നിയില്ല. അപ്പൊ then I thought this is very apt. So then 11 years. ആ ഒരു മെമ്മറിയെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ഫസ്റ്റ് മൂവിയാണ്. അതെ, അയ്യോ ഇഷ്ടംപോലെ ഉണ്ട് ഒരു ഗ്യാങ്, ദുൽഖർ സൽമാൻ, സണ്ണി വെയിൻ, ആ ഒരു ടീം, അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണിയും ആ ഒരു ടുഗദർനെസ്സും ഒക്കെ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സിനിമയിൽ ആക്ച്വലി അഭിനയിക്കുമെന്ന്. അപ്പം
ഒരു എന്താണ് ഒരു പ്രത്യേക ഒരു എന്താണ് വേറെ ഏതോ ഒരു പടത്തിന്റെ എന്തോ ഒരു ഓഡിഷന് പോയി. ആ ഓഡിഷൻ എന്തോ പോയപ്പോഴത്തേക്കും എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വെളി പറയുന്നില്ല. അപ്പം ആ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഇൻഫീരിയോറിറ്റി അല്ല, ഇവരാരാണ് എന്നെ ഞാൻ കാണാൻ കൊള്ളില്ല എന്ന് പറയാൻ ഇവരാരാന്നുള്ളൊരു സാധനം വന്നു. നമ്മൾ ഒരിക്കലും നമ്മൾ ഒരാളെ നോക്കിയിട്ട് നിങ്ങൾ എന്താണ് അയ്യേ നിങ്ങളെ കാണാൻ കൊള്ളില്ല എന്ന് ഒരിക്കലും ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല. ബിക്കോസ് ശരിക്കും ആൾക്ക് ഭംഗി ഉണ്ടായാലും that is not the point there. The point is that you are not allowed to make somebody feel bad because they do not meet up to your standards of beauty. Exactly. ഇപ്പൊ എനിക്ക് ഭംഗി എന്ന് പറയുന്നത് പല കാര്യങ്ങളും കാണും. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് തന്നെ ഭംഗിയായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായം ഇല്ലേ. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു കൻ ഔട്ട്റൈറ്റ് ടെൽ സംബഡി ഓ ഇയാളെ കാണാൻ കൊള്ളില്ല അതുകൊണ്ട് സിനിമയിൽ എടുക്കൂല എന്നൊക്കെ. വാട്ട് ഇസ് ദാറ്റ്? എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പോട്ടെ, ഞാൻ പോയേനെ. കാരണം എനിക്ക് അറിയാം എന്റെ അറിയാത്ത പണിക്കാണ് ഞാൻ പോയെന്ന് ഞാൻ അപ്പൊ സമ്മതിച്ചേനെ. പക്ഷെ like body shaming and all is not allowed. That is not cool at all. It is a crime now. അതെ, ഞാൻ ഇന്നലെ അറിഞ്ഞത്. അത് ഭയങ്കര മോശമാണ്. അപ്പം ആ സമയത്തായിരുന്നു ഈ സെക്കൻഡ് ഷോന്റെ ഈ ഓഡിഷൻ ഇങ്ങനെ വന്നത്. അതും കോമഡി എന്ന് വെച്ചാല് ഈ പടത്തിന് പോയ ഓഡിഷന്റെ സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കസിനും പുള്ളിക്കാരിയുടെ ആ സമയത്ത് ഒരു ഫ്രണ്ട് ആയിരുന്നു സെക്കൻഡ് ഷോന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, ഞാൻ അറിയാതെ ഈ പടത്തിന്റെ ഫോട്ടോസ് ഒക്കെ സെക്കൻഡ് ഷോന്റെ ടീമിന് അയച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ശ്രീനാഥും ബാക്കിയുള്ളവരൊക്കെ കണ്ട് വിനിയൊക്കെ കണ്ടിട്ട് ഓഡിഷന് വിളിച്ചിട്ട് ഓഡിഷന് പോയി, എന്തൊക്കെയോ കാണിച്ചു, കിട്ടി. ഇനി അടുത്ത പോസ്റ്റ് ശോഭിത. ഞാൻ പുള്ളിക്കാരെ മലയാളം പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ആ സമയത്ത് ബോംബെയിലായിരുന്നു. ഞാൻ അപ്പൊ IIT ഒരു റീസെർച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഒരു 6-8 മാസം നിന്നപ്പോഴത്തേക്കും അവർ അടുത്ത ഷെഡ്യൂള് ബോംബെയിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഞാൻ കുറുപ്പിന്റെ അപ്പൊ പുള്ളിക്കാരിക്ക് മലയാളം ഡയലോഗ്സ് ഒന്ന് സെറ്റായി പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പവായിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഡയലോഗ് പറയും, ഞാനത് വായിച്ചു കൊടുക്കും, പുള്ളിക്കാരി അത് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് മേളിൽ അതേപോലെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ കുറെ പഠിച്ചാണ് പുള്ളിക്കാരി മലയാളം പിന്നെ ബാക്കി ചില വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ലേ? അല്ല, ബട്ട് ബിക്കോസ് ഷീസ് ഫ്രം ആന്ധ്രാപ്രദേശ്, പുള്ളിക്കാരിക്ക് കുറച്ചും കൂടെ ലൈക്ക് സൗത്ത് ഇന്ത്യൻ ഇതുള്ളതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. സോ യാ. How you react to trolls? കാരണം I find it funny. കാരണം ഇപ്പോഴത്തെ കാലത്തിൽ എനിക്ക് തോന്നുന്നു to say that you've become famous, you are getting trolled for sure. So troll അടിച്ച എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, കൊണ്ടലല്ല സോറി 2018 ഇറങ്ങിയ സമയത്ത് എന്റെയും വിനീതിന്റെ ആ കോൺവെർസേഷന്റെ കുറെ അതന്നെ ഇത് എനിക്ക് എത്ര കുറെ പേര് ഇതിന്റെ കുറെ വേരിയേഷൻസ് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇപ്പം പറയാം താങ്കൾ പോപ്പുലർ ആയെന്ന്, കാരണം ട്രോളൊക്കെ ഇറങ്ങി തുടങ്ങി എന്നുള്ള രീതിയിലാണ് എന്റെ ഫ്രണ്ട്സ് തന്നെ എനിക്ക് അയച്ചു തന്നത്. സത്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഐ ഡിഡ്ന്റ് ഈവൻ നോ ഇത്ര സാധനങ്ങളാണ്. എനിക്ക് ഞാൻ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഓ ഇതായിരുന്നു കാരണം, ഇതായിരുന്നു സംഭവം എന്നൊക്കെ. ഐ സ്റ്റിൽ ഡോണ്ട് നോ. ഞാനും വിനീതും ഇടയ്ക്ക് ചോദിച്ചു ആക്ച്വലി എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്താ പ്രശ്നം. ഞങ്ങൾ പിന്നെ എൻജോയ് ചെയ്തു. ഇറ്റ് ഈസ് നൈസ്. ഒരു ഷോട്ട് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പൈസ കടഞ്ഞു ചോദിക്കുന്നതിന്റെ ട്രോളുകൾ വരുന്നതും ഞാൻ ഒരു 5-6 വേരിയേഷൻസ് കണ്ടു. ഒരേ ഇത് വെച്ചിട്ട് ഒരു 5-6 വേരിയേഷൻസ് ഉണ്ട്. നല്ല രസമായിരുന്നു. ഓക്കെ, നൈസ്. ഇനി ഈ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു ഫോട്ടോ ആണ് IIT ബോംബെ. ആക്ച്വലി ഐ വാസ് വെരി ഞാൻ മറ്റേ ഇത് കറക്റ്റ് ഇത് വൃത്തം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊഡക്ഷൻ എല്ലാം കുളവായിരിക്കുന്ന ഒരു സമയത്ത് ആയിരുന്നു ഞാൻ പിന്നെ വീണ്ടും ഈ സിനിമ വീണ്ടും പണിയായല്ലോ, സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പതുക്കെ പഠിത്തത്തിലേക്ക് വീണ്ടും തലയിട്ട് തുടങ്ങിയത്. അപ്പോൾ കറക്റ്റ് ഒരു ഇന്റർവ്യൂവിന് ചെന്നപ്പോഴത്തേക്കും IIT ഒരു പോസ്റ്റിംഗ് കണ്ടായിരുന്നു. സോ ദെൻ ഐ ഗേവ് ദി ഇന്റർവ്യൂ ആൻഡ് ഐ ഗോട്ട് ഇറ്റ് ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക് ഫൈൻ, ആഫ്റ്റർ സോ ലോങ് സംതിങ് പോസിറ്റീവ് എന്ന രീതിയിലാണ് ഞാൻ പിന്നെ അത്ര ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. Happiness ഉണ്ട്. Very much, because I definitely felt like a big achievement for me getting into that institution. So അടുത്ത ഫോട്ടോ പോസ്റ്റ് ഓൺ 2014. ഇത് കൂതറയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കോസ്റ്റ്യൂമിലായിരുന്നു. അന്നാണ് ഞാൻ മനസ്സിലായത് ഭാവനയുടെ അച്ഛൻ വഴിയും എന്റെ അച്ഛൻ വഴിയും ഞങ്ങൾ ആക്ച്വലി ഡിസ്റ്റന്റ് ആയിട്ട് ബന്ധുക്കാരാണ്, റിലേറ്റീവ്സ് ആണ്. സോ അങ്ങനെ അന്ന് ഞങ്ങള് കുറെ another funny thing is എനിക്ക് തോന്നുന്നു ഷീ ഈസ് ദ ഫസ്റ്റ് ഓർ ദ സെക്കൻഡ്. എന്നെ ആദ്യം വിളിച്ചത് എനിക്കൊന്ന് ജയേട്ടൻ എന്ന് തോന്നുന്നു, ജയസൂര്യ. ജയേട്ടൻ എന്നെ ആദ്യം വിളിച്ചത്. 2-3 ആളും എന്നെ വിളിച്ചത് സെക്കൻഡ് ഷോ ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ ഫോൺ വിളിച്ചിട്ട് ഷീ കൺഗ്രാറ്റുലേറ്റഡ് മീ. അത് ഭാവനയായിരുന്നു. സോ അന്ന് തൊട്ടേ വി സോർട്ട് ഓഫ് ഹാഡ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ് വയ ടെക്സ്റ്റ്. പിന്നെ കൂതറയുടെ സമയത്തായിരുന്നു ഞങ്ങൾ ആക്ച്വലി നേരിട്ടൊന്ന് കണ്ട് പരിചയപ്പെടുന്നത്. സോ ഇറ്റ് വാസ് വെരി സ്വീറ്റ് പേഴ്സൺ. ഷീസ് വെരി സ്വീറ്റ്, വെരി ഡാർലിംഗ് പാവം. ഷീസ്
വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അറിയാം നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, നമ്മൾ ഡൗൺ ആയി പോവും, ഇഷ്യൂസ് നമുക്ക് വരും. ആ ഒരു സമയം എങ്ങനെയാണ് ഓവർകം ചെയ്യുക? സോ എ ലോട്ട് ഓഫ് ദ ടൈംസ് ഞാൻ ഇമോഷണലി ഡൗൺ ആകുമ്പോഴത്തേക്കും ഐ അറ്റ്ലീസ്റ്റ് കോൺഷ്യസ്ലി ട്രൈ ടു മേക്ക് നോട്ട് ഓഫ് എന്തൊക്കെയാണ് തോന്നുന്നത്, എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എന്താണ് കാരണം. സോ വൺസ് ഐ ഫിഗർ ഔട്ട് വാട്ട് ദ റൂട്ട് കോസസ്, അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നോക്കും. സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കും മാക്സിമം എന്താണ് പറ്റാൻ പോകുന്നത്, അത്രയേ ഉള്ളൂ, എന്നാൽ വിട്ടേക്ക്, വെറുതെ ആലോചിച്ച് എന്തിനാ പ്രാന്താവുന്നത്, അടുത്ത കാര്യത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറും. പക്ഷെ ആ സമയത്ത് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്കൊരു മൂഡായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു നല്ല കട്ട് ഡാർക്ക് അടിച്ചിരിക്കുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എഴുത്തൊക്കെ വരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എൻ്റെ നോട്ട് പാഡിൽ ഫുൾ കാണാം, എന്തെങ്കിലും കോട്ട്സും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അതൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാപ്ഷനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെച്ചെടുത്തു. That's nice. എന്തായാലും കീപ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. അത് തന്നെ. ഞാൻ ആക്ച്വലി നോട്ട് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വീണ്ടും എപ്പോഴെങ്കിലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമല്ലോ, അപ്പൊ ആ സിനിമയിൽ എനിക്ക് എവിടെയെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് കാണുമെന്നും വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. സോ പിന്നെ ഒന്നും ഇല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടി 10 വരെ കാണിക്കാമല്ലോ. അതെ, ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് എവിടെയെങ്കിലും ചോദിക്കാമല്ലോ. വീണ്ടും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വൃത്തം. വൃത്തത്തിന്റെ കഥ. വൃത്തം എന്താണ്, ഡിസംബർ എന്താണ് എനിക്കൊന്ന് 2018 ഡിസംബറിൽ ഞാൻ ചിത്രയില് ഈ എന്താണ് ഈ ഇന്റേൺഷിപ്പിന്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറുപ്പിന്റെ ഡിസ്കഷൻ ഒക്കെ സൈഡിൽ നടക്കുന്നത്. അപ്പം അല്ല, കുറുപ്പിന്റെ ഡിസ്കഷൻ അപ്പൊ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ നമ്മൾ ടീമായിട്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിച്ചു, എന്നാ ഫൈൻ, വൃത്തം എന്നൊരു സാധനം ചെയ്യാം, വൈ ഡോണ്ട് യു ഡയറക്റ്റ് എന്നുള്ളൊരു സാധനം വന്നു. ബട്ട് ഐ തിങ്ക് എനിക്ക് ആ സമയത്ത് ആകപ്പാടുള്ള വിഷമം എന്തായിരുന്നു വെച്ചാൽ കഥ ഞാൻ എഴുതിയില്ലല്ലോ എന്നാണ്. ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് ദാറ്റ് ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പം കഥ ഞാൻ എൻ്റെ രീതിയിൽ എവിടെയെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ വൃത്തം വാസ് ത്രൂ ഔട്ട് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിലായിരുന്നു എല്ലാം നടക്കുന്നത്. എന്നിട്ട് ജാൻ 1 ഷൂട്ടും തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് എ സെറ്റ് പ്രോജക്റ്റ് ആക്ച്വലി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ആക്ച്വലി ആ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചു, ലൈക്ക് ഫണ്ടിങ് ഉണ്ടോ, എന്താണ് അവസ്ഥ, ഇഷ്ടംപോലെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അതും ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഞങ്ങൾ പടം പൂജയൊക്കെ ചെയ്ത സമയത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നത്, ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. ബട്ട് ഷീ വാസ് സോ ഷുവർ, ഇല്ല പൈസ ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഞങ്ങൾ തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയാണ് ഇല്ല, ഫണ്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി, ഞങ്ങൾ വേറെ ഇൻവെസ്റ്റേഴ്സിന് അപ്പം ഇറക്കാന്ന് വെച്ചാൽ അതും പുള്ളിക്ക് സമ്മതിച്ചില്ല. അവസാനം 24-23, സോ ടോട്ടൽ ഷെഡ്യൂൾ ഓഫ് ദ മൂവി വാസ് ഓൺലി 24 days. 24 ദിവസത്തിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പടം തീർത്തിട്ട് എല്ലാം സെറ്റാക്കിയേനെ. പുള്ളി ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ഫൈനലി ഐ ഗോട്ട് ഫെഡ് അപ്പ്, ബിക്കോസ് യൂണിറ്റാർക്കും മറ്റ് ഡെയിലി ബാറ്റ കിട്ടുന്ന ആർക്കും ഒന്നും പൈസ ഇല്ല. സീ ലൈക്ക് ഫിക്സ് പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുടെ കാര്യം വിട്, ഈ ഡെയിലി ബാറ്റ നിൽക്കുന്ന ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ട് ഒരു സെറ്റ് നിൽക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഐ ഡിഡ് നോട്ട് ലൈക്ക്. ബിക്കോസ് when I'm working, I prefer everybody around me to be happy. And ഏറ്റവും കഷ്ടപ്പെടുന്നത് ഈ ഡെയിലി സെറ്റില് നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവർക്ക് പൈസ കൊടുക്കാതെ പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ ഹോട്ടലിൽ എന്തോ പൈസ കൊടുക്കാതെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ജോമോൻ പ്ലാൻ ചെയ്യായിരുന്നു എനിക്ക് ലൈറ്റും ലൈക്ക് യൂണിറ്റിന്റെ സാധനമൊക്കെ അയച്ചത്. അപ്പം അവിടുത്തെ അവര് വണ്ടി ഹോട്ടലിന്റെ അകത്ത് പൂട്ടിയിട്ട് പൈസ കൊടുക്കാത്തതിന്. എന്നിട്ട് ഈ പാവം ചേട്ടന്മാർ എന്ത് ചെയ്തു, യൂണിറ്റിന്റെ വണ്ടിയൊക്കെ ഹോട്ടലിന്റെ വെളിയിൽ പാർക്ക് ചെയ്തിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഇവര് മതിലൊക്കെ ചാടി അതിന്റെ ഒരാളുടെ കാലൊക്കെ ഇടിച്ച് വൻ സീനൊക്കെ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സോ ഇത്രയൊക്കെ അടിച്ചപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഇനി നടക്കത്തില്ല, എല്ലാവരും പൈസ കൊടുത്തിട്ട് നമ്മൾ ഇനിയും തുടങ്ങത്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ പടം ചെയ്യണ്ടെന്നുള്ളൊരു മൂഡിൽ തന്നെയായിരുന്നത്. പിന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നപ്പോഴും ഫുൾ കള്ളക്കണക്ക്. ഹി വാസന്റ് എക്സാക്ട്ലി ലൈക്ക് നമ്മൾ ചെലവാക്കിയ ഒരു കണക്ക് നമുക്കുണ്ട്, ശരിക്കും ഇത്രയാണെന്ന് നമുക്കറിയാം. സോ നമ്മൾ നോക്കിയത് എന്താണ്, എങ്ങനെയെങ്കിലും പടം സേവ് ചെയ്തിട്ട് റിലീസ് ചെയ്യാന്നുള്ളൊരു മൂഡിലായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പ്രൊഡ്യൂസറിന് തന്നെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആരെ പുള്ളിനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. പിന്നെ പടം അങ്ങോട്ട് ഷെൽഫായി. പിന്നെ ഓരോ കഥയ്ക്കൊരു കാലാവധി ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. പിന്നെ അപ്പോഴായിരുന്നു അന്ധാധുനും എന്താണ് മലയാളത്തിലും എല്ലാം നമ്മളതൊക്കെ ചെയ്ത് അതിന്റെ ഈ പടമൊക്കെ ഇറങ്ങിയത്. സോ ദെൻ ഇറ്റ് ഡിഡ്ന്റ് മേക്ക് സെൻസ്. അതേ ഒരു എന്താണ് ജോണർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കുന്ന ഒരു പടം ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. സോ പിന്നെ അത് മാത്രമല്ല, ടു ഷൂട്ട് ദിസ് ഹോൾ മൂവി അഗൈൻ ഫ്രം ദ ബിഗിനിങ്, ഒരു പുതിയ പടം എടുക്കുന്നതിന്റെ അത്രയും എനർജി ഉണ്ട്, എഫേർട്ടും ഉണ്ട്, പൈസ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ പുതിയൊരു പടം എഴുതിയിട്ട് പുതിയൊരു പടം ഷൂട്ട് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിലായി പോയി. അപ്പൊ അതോടെ അതങ്ങോട്ട് ക്ലോസ്. ഇപ്പൊ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഡെസിഷൻ എടുത്തല്ലോ, അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ ഗൗതമി പറയുന്നത്. പക്ഷെ ആ സമയത്ത്
ചില കാര്യങ്ങൾക്ക് നമുക്ക് പറയാനും ചില ഡെസിഷൻ എടുക്കാനും ചില സ്ട്രെങ്ത് നമുക്ക് വേണം. സോ ഈ ഒരു സ്ട്രെങ്ത് ഹൗ ഹാവ് യു അക്വയർഡ് ഇറ്റ്? ഇല്ല, അത് കുഞ്ഞിലെ തൊട്ട് ഐ തിങ്ക് എനിക്കൊരു കാര്യം വേണ്ടാന്ന് തോന്നിയാ അതിപ്പം there is എന്തായാലും അതിപ്പം ഇഫ് ഐ ഡോണ്ട് സീ എനി ബിലീഫ് ടു ഇറ്റ്, അതിൽ എനിക്കൊരു ശരി തോന്നിയില്ലെങ്കിൽ ആൻഡ് ദർ ആർ മോർ കോൺസ് ദാൻ പ്രോസ്, ആൻഡ് ഇഫ് ഐ എം ബേസിക്കലി ഞാൻ ഹാപ്പി അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഞാൻ എൻ്റെ മനസ്സമാധാനം കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ചോദ്യം. അത് വീട്ടിൽ നിന്ന് ബേസിക്കലി എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ തൊട്ടേ വീട്ടിൽ ചിലപ്പോൾ കണ്ടു വളർന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കൂടെ ഞാൻ പഠിച്ചതാവാനും ചാൻസ് ഉണ്ട്. പിന്നെ നേരത്തെ പറയുന്ന പോലെ സൈക്കോളജി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ടു എ ലോട്ട് ഓഫ് ഹൗ എൻ്റെ തോട്ട് പ്രോസസ്, എൻ്റെ പെർസ്പെക്റ്റീവ് ഒക്കെ പോകുന്നത് കുറേ സൈക്കോളജി ഗ്രൂം ചെയ്തിട്ടുണ്ട്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ റിലേഷൻഷിപ്പിനൊക്കെ എത്ര വാല്യൂ കൊടുക്കുന്ന ആളാണ്? I give a lot of value and importance to relationships, especially friendships also, because എനിക്ക് തോന്നുന്നു നമ്മളൊരു സ്കൂളും കുട്ടിക്കാലം കോളേജൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്സ് ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി പോസ്റ്റ് 30s. സോ വെൻ യു നമ്മൾ 30 വയസ്സില്ലെങ്കിൽ 30-ന് ശേഷം നമ്മൾ ആൾക്കാരെ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ കൂടെ ഐ ഡോണ്ട് നോ മെച്ചുവർഡ് ഇസ് ദ റൈറ്റ് വേർഡ് ബട്ട് ആയിരിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് ജീവിതം കുറച്ച് കണ്ടിട്ട് നമുക്ക് നമ്മുടേതായ പ്രയോറിറ്റീസ് അറിയാം, നമ്മൾ ഇങ്ങനെ ആണെന്ന് നമുക്കൊരു ബോധമുണ്ട്, നമ്മുടെ ഇങ്ങനെ കുറവുകളുണ്ട്, നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പം ഒരാളായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു 5 പേരായിരിക്കാം. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ്, ലൈക്ക് ഐ സെഡ്, ഒരാളെങ്കിലും അങ്ങനത്തെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മോർ ദൻ ഇനഫ്. അല്ലാതെ നമുക്ക് എന്താണ് കേരളം മൊത്തം അറിഞ്ഞ് നാട്ടിൽ എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദാറ്റ് ഇസ് വെരി സൂപ്പർഫിഷ്യൽ. ഇഫ് യു നോ ദാറ്റ് യു ഓഫ് ലേറ്റ്, ഐ തിങ്ക് പണ്ട് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇടയായിട്ട് ഞാൻ ഭയങ്കര പ്രൈവറ്റ് ആയി മാറി. ആൻഡ് ആ ഒരു ഷിഫ്റ്റിലാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് ഇഫ് യു ഹാവ് 5 or 10 പീപ്പിൾ മതി, പ്രത്യേകിച്ച് പിന്നെ മോർ ദൻ എനഫ്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴേ, ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കമ്മ്യൂണിക്കേഷൻ ആണ് അത് കീ. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എഫേർട്ട് ഇടുന്ന ആളാണോ ആക്ച്വലി ഗൗതമി? ഐ എം ദ പേഴ്സൺ ദാറ്റ് ഗോസ് ഔട്ട് ഫോർ ഓൾ. എനിക്ക് അത്രയ്ക്കും കാര്യമാണെങ്കിൽ അതിപ്പം നമ്മൾ ചിലപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ചില ആൾക്കാർ, റിലേഷൻഷിപ്സിന്റെ കാര്യം വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഐ ഫീൽ ദാറ്റ് യു മീറ്റ് സർട്ടൻ പീപ്പിൾ ഡ്യൂറിങ് സർട്ടൻ ഫേസസ് ഓഫ് യുവർ ലൈഫ്. ചിലപ്പോൾ അത് ജീവിതകാലം മൊത്തം കാണും, ചിലപ്പോൾ അത് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് തീരും. പക്ഷെ അത് തീരുമ്പം വിഷമിക്കുന്നതിനെക്കാട്ടിലും യു ഷുഡ് ബി ഹാപ്പി ദാറ്റ് യു ഗോട്ട് ടു ഷെയർ that experience with somebody who you really liked or really admired or whatever. Yes. And once that chapter is done, വേറെ ആരെങ്കിലും വരുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ആ ഗ്യാപ്പ് അങ്ങോട്ട് അല്ലെങ്കിൽ ആ വോയിഡ് അങ്ങോട്ട് ഫിൽ ആവും. പക്ഷെ അത് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ലുക്ക് അറ്റ് ഓക്കെ, somebody was there for this period of time. Now unfortunately അതിപ്പം എന്ത് കാരണം കൊണ്ടാവാം, മേ ബി ഇറ്റ് കുഡ് ബി ഡെത്ത്, ഇറ്റ് കുഡ് ബി എനിത്തിങ്. But if you decide to dwell on that sadness, you will always be stuck in that sadness. You won't move forward. So that is, I think, another way to look at relationships. ഈ എഫേർട്ട് കൂടുതൽ ഇടുന്ന ആളാണോ ഏത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും? See, എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ ഞാൻ വളരെ മോശമാണ്. അത് പലപ്പോഴും നോട്ടിഫിക്കേഷൻ മിസ്സാവും, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കുമ്പോൾ മെസ്സേജ് വായിച്ചല്ലോ, ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് വൈകുന്നേരം ചെന്നിട്ട് റിപ്ലൈ കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി മറന്നു പോകും. അങ്ങനെ ഇപ്പോഴും എൻ്റെ ഫോൺ നോക്കി യു ക്യാൻ സീ ദെയർ വിൽ ബി 70 or 65 100 മെസ്സേജസ്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ചിലപ്പം ഞാൻ ഇവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും, പക്ഷെ ഇച്ചിരി ഇടയ്ക്ക് ചിലപ്പം അത്രയ്ക്ക് ഇമ്മീഡിയറ്റ് ഏർജൻസി അല്ലെങ്കിൽ, ആൻഡ് ഇഫ് ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ദെൻ ഐ മൈറ്റ് ഗിവ് ഇറ്റ് സം ടൈം ആൻഡ് ദെൻ. പക്ഷേ അതെൻ്റെ മനസ്സിൽ എപ്പോഴും കാണും, അയ്യോ റിപ്ലൈ അയച്ചില്ലല്ലോ എന്ന്. ബട്ട് ഇപ്പോൾ സപ്പോസ് ഇപ്പം ഡെയിലി നമ്മൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എൻ്റെ പൊതുവെ സ്വഭാവം വെച്ചിട്ട് ഇഫ് ഐ ഫീൽ, ഞാൻ പെട്ടെന്ന് ആൾക്കാരുടെ സ്വഭാവം എനിക്ക് എന്നോടുള്ള ഒരു ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാവും. അതിപ്പം ഐ നോട്ടീസ് തിങ്സ് വെരി ഫാസ്റ്റ്, ഐ ഒബ്സർവ് തിങ്സ്. അതിപ്പം എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് എവിടെയോ എന്തെങ്കിലും ഒരു ഫീലിംഗ് വരും, എന്തോ ഒരു സീൻ ഉണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ ഇമ്മീഡിയറ്റ്ലി ആൾക്ക് മെസ്സേജ് അയക്കും. ലൈക്ക് അത് ചിലപ്പം ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും, ബട്ട് ഐ കം ടു നോ ദാറ്റ് സംതിങ്സ് ഓഫ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ സെൻഡ് എ മെസ്സേജ് ഓർ എ ടെക്സ്റ്റ്, ഹേ എന്താണ് അവസ്ഥ, ഓക്കെ അല്ലേ, എവറിതിങ്സ് ഓക്കെ ബിറ്റ്വീൻ അസ്, സ്കൂളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വെറുതെ അങ്ങോട്ട്, ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ ജസ്റ്റ് ഫോർ മൈ പീസ് ഓഫ് മൈൻഡ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇടും. ആൻഡ് ദെൻ ഐ മൂവ് ഓൺ. You overthink a lot? ഓഫ് കോഴ്സ്, ഇഷ്ടം പോലെ. അയ്യോ ചോദ്യം വേണോ?
ഞാൻ ആലോചിച്ച് അതല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ ഫിലോസഫിക്ക് എഴുതി വെക്കുന്നത്. എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെ ഓവർ തിങ്കിങ് ഇസ് ദയർ. പക്ഷേ ഈ ഇടയ്ക്ക് അതൊന്ന് കുറച്ചൊന്ന് ഒന്നൊരു ക്ലച്ച് പിടിച്ചിട്ടുണ്ട്. പിടിച്ചു ആ കെട്ടിയിട്ടുണ്ട്. ഒന്ന് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എവിടെയോ ഒരു ഐ തിങ്ക് ഐ ലേൺ ഹൗ ടു ഫിഗർ ഔട്ട് മൈ വേ അറൗണ്ട് ദാറ്റ്. സോ നോക്കാം. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. വെരി വെരി ഹൈപ്പർ. വെൻ യു ആർ ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് വെൻ യു ഓവർ തിങ്ക്, ഇത് രണ്ടും കൂടെ ക്ലാഷ് ആവുന്ന ഒരു പോയിന്റ് അയ്യോ ഉണ്ടാവും. അല്ല, ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത് ഓവർ തിങ്ക് ചെയ്യുന്നത് ഒന്നിച്ചല്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത് സമയത്ത് ഞാൻ ഓവർ തിങ്ക് ആയിരിക്കും ചെയ്യുന്നത്. ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും എനിക്ക് ഫിസിക്കലി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ലൈക്ക് ഐ ഹാവ് ടു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറ്റ്സ് ദിസ് അറ്റൻഷൻ. ഐ കാൺട്ട് സേ ADHD, ബട്ട് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ട്രേറ്റ്സ്. ADHD ലൈക്ക് ട്രേറ്റ്സ്. അതിപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാത്തിൻ്റെയും ട്രേറ്റ്സ് കാണും. അതിപ്പോൾ നിങ്ങൾക്കും എന്തിനൊക്കെ ട്രേറ്റ്സ് കാണും. ആ ട്രേറ്റ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ഡസൻ മീൻ ദറ്റ് യു ആർ ഡയഗ്നോസ്ഡ് as സംതിങ്, ബട്ട് ഓൾ ഓഫ് us ഹാവ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രേറ്റ്സ്. ADHD ട്രേറ്റ്സ് ഡെഫിനറ്റ്ലി എനിക്കുണ്ട്. ആ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല, ഫുൾ ടൈം അനങ്ങിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ മൂവ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇസ് എ പാർട്ട് ഓഫ് മീ ബീങ് ഹൈപ്പർ. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ലാസ്റ്റ് വൺ. ധോണിയുടെ കൂടെ യെസ്, ദിസ് വാസ് നവംബറിൽ ഷൂട്ട് ചെയ്ത് 2023 നവംബറിൽ. റാൻഡം ആയിട്ട് ആഡ് വന്ന എനിക്കൊന്നും ഇതിന്റെ കൂടെ ഇത് പുള്ളിയുടെ അടുത്ത് പക്ഷെ അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. സെറ്റിൽ എന്താണ് പുള്ളിയുടെ ഒരു ബോഡി ഡബിൾ വന്നിട്ട് പുള്ളി ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, ഞാൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു പുള്ളിയുടെ ബോഡി ഡബിൾ തന്നെ കറക്റ്റ് പുള്ളിനെ പോലെ തന്നെ ഇരിക്കും. ഞാൻ ആദ്യം പുറകെ നോക്കുമ്പോൾ ഞാൻ വെച്ച് പുള്ളിയാണെന്ന്, പിന്നെ മനസ്സിലായത് അല്ല. എന്നിട്ട് ഫുൾ ബൗൺസേഴ്സ് ഒക്കെ, എന്നിട്ട് നമ്മൾ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ പറയും ഇല്ല എടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഫോർ ആൻ ആഡ് ഇൻ ബോംബെ. ലൈക്ക് നമ്മുടെ സിനിമ സെറ്റിൽ നിന്ന് നമ്മളൊരു ആഡ് സെറ്റിലേക്ക് പോയപ്പോഴത്തേക്കും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമായിരുന്നു. അത് വെരി ലക്ഷറിയസ്, വെരി വാവ്. ഞാൻ സത്യമായിട്ടും വാവുന്നായി പോയി, ഒന്നും പറയാനില്ലായിരുന്നു. അതും ധോണിയുടെ കൂടെ ഒക്കെ വെച്ചാൽ ഐ വാസ് ലൈക്ക് വാവ്, ലൈക്ക് സത്യമായിട്ടും തീരെ വിചാരിക്കാതെ കിട്ടിയതാണ്. ഞാൻ പിന്നെ ഓഡിഷനൊക്കെ അയച്ചു കൊടുത്തു, കിട്ടി ചെയ്തു. അത്രേ ഉള്ളൂ. നൈസ്. ആഫ്റ്റർ ബ്രേക്ക് ഈ പറഞ്ഞ പോലെ മേരി ആവസുനോ ബ്രേക്ക് വരുന്നതാണ് മേരി ആവസുനോ. അത് കഴിഞ്ഞ് കൊണ്ടൽ വന്നു, അത് കഴിഞ്ഞ് 2018 വന്നു. ഈ ഒരു സമയത്ത് മലയാള സിനിമയിൽ വരുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ള ചേഞ്ചസ് എന്തായിരുന്നു? എവിഡന്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്തായിരുന്നോ? സെറ്റിലായാലും സിനിമ മേക്കിങ്ങിലായാലും അതിനുശേഷമുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റിയിലായാലും? പ്രൊമോഷൻസ് ഡെഫിനറ്റ്ലി കൂടി. കാരണം ഐ ഡോണ്ട് റിമെമ്പർ സെക്കൻഡ് ഷോ ഒക്കെ ഇറങ്ങിയ സമയത്ത് പ്രൊമോഷൻ ഇല്ലായിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ. ഐ തിങ്ക് ദാറ്റ് ഡെഫിനറ്റ്ലി കെയിം നൗ. പിന്നെ ഐ തിങ്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് പലപ്പോഴും ഇപ്പോഴത്തെ സിനിമയും നമ്മുടെ പണ്ടത്തെ സിനിമയും കാണുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇവിടെ ഒരു വില ഇല്ലേ എന്നാണ് ഇപ്പം. ബിക്കോസ് പണ്ടൊക്കെ there was such strong സ്ക്രിപ്റ്റ്സിലാണെങ്കിലും റൈറ്റിങ്ങിലാണെങ്കിലും എല്ലാവർക്കും സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ പേഴ്സണലി ഇപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്കറിയാം എൻ്റെ ചുറ്റുമുള്ള പല മെയിൻ സ്ട്രീം ആക്ട്രസസ് നല്ല സിനിമ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അത് ഉറപ്പാണ്. അതിപ്പം എങ്ങനെ നോക്കിയാലും നമ്മൾ സിനിമ വ്യൂവേഴ്സ് ആണ്. പക്ഷേ ഇറ്റ്സ് ഒരു ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി എടുക്കുവാണെങ്കിൽ ഇഫ് യു ടേക്ക് 10 മൂവീസ് ദാറ്റ് റിലീസ്, മേ ബി ഇപ്പൊ 2 or 3 might have strong female characters. Why is that? Like നമുക്കിവിടെ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്തതിന്റെ അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ആ രീതിയിൽ, എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലുള്ള കഥകള് ലൈക്ക് എഴുതാത്തേന്ന് എനിക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദർശന പറഞ്ഞ പോലെ നമ്മുടെ ആവേശത്തിൽ അമ്പാൻ ചെയ്ത പോലെ ക്യാരക്ടർ ചെയ്യാനുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റ് അത് തന്നെ വേണമെന്നില്ല. ഐ എം ജസ്റ്റ് സേയിങ് നമ്മുടെ ചുറ്റുപാട് എടുക്കുവാണെങ്കിൽ എത്ര കഥകളാണുള്ളത്. ഐ എം നോട്ട് സേയിങ് ഇപ്പൊ ഒരു 2 മണിക്കൂർ പടം ഉണ്ടെങ്കിൽ ഈ 2 മണിക്കൂറും അവരെ കാണിക്കുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലൈക്ക് let there be some scope for let them show എന്തെങ്കിലും ഒരു ലൈക്ക് മോർ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇതിപ്പോ ഏത് വാക്ക് ഉപയോഗിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ബട്ട് ജസ്റ്റ് സം നൈസ് ക്യാരക്ടേഴ്സ് ഫോർ ഫീമെയിൽസ് ഓർ നൈസ് സ്പേസ് ഫോർ ഫീമെയിൽസ്. കാരണം ഇപ്പം ആർട്ടിസ്റ്റിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുറവില്ല. നമുക്ക് സ്ക്രിപ്റ്റ്സ് കിട്ടാൻ തന്നെ പ്രശ്നം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോസ്റ്റ് കോവിഡില് ലൈക്ക് ഒരു പാസ്റ്റ് 5 yearsലോ അല്ലെങ്കിൽ കണ്ടതിൽ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് തോന്നിയ ഇതേപോലെ വർക്ക് ചെയ്യണമെന്നോ തോന്നിയിട്ടുള്ള 2-3 സിനിമ പറയാൻ പറഞ്ഞതായിരിക്കും? അതിപ്പോ എനിക്ക് ഏത് പടം ഇറങ്ങിയാലും എനിക്ക് തോന്നും അയ്യോ കൊള്ളാലോ എന്ന്. ഫോർ എക്സാമ്പിൾ ഐ
think ആവേശം ഡെഫിനറ്റ്ലി വാസ് ബ്രില്യൻറ്റ്. ഉള്ളൊഴുക്ക്, പ്രേമലു, ബ്രഹ്മയുഗം, അയ്യോ പിന്നെ എന്താണ് തുടരും, മഞ്ഞുമൽ ബോയ്സ്. അത് എടുക്കുവാണെങ്കിൽ 2021 തൊട്ട് നമുക്ക് അങ്ങോട്ട് എന്താണ് ആ നല്ല അതിന്റെ മുന്നേ പടങ്ങൾ ഇറങ്ങിയെന്നൊന്നും അല്ല, ബട്ട് ഐ എം സ്റ്റിൽ സേയിങ് വെരി വെരി സൗണ്ട് ഗ്രേറ്റ് മൂവീസ്. ഐ തിങ്ക് അതാ ഞാൻ പറഞ്ഞു, ഒറ്റ പടമായിട്ട് എടുത്തത് പറയാൻ എനിക്കില്ല. കാരണം പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടം ഒന്നും എനിക്ക് കാണാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. അല്ലെങ്കിൽ അതും പറഞ്ഞേനെ. പക്ഷെ ഇൻസ്റ്റഗ്രാമിലും ബാക്കിയുള്ള സ്ഥലത്ത് ആൾക്കാർ ഈ പടത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം അറിയാം അത്രയ്ക്കും കിള്ളനായിട്ട് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ഈ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ഡൗൺ ചെയ്തപ്പോഴേ ഞാൻ കണ്ടൊരു മറ്റൊരു കാര്യമാണ്, കുറെ പാട്ട് പാടിയിട്ടുണ്ട്. അത് പണ്ട് കോവിഡിന്റെ സമയത്തായിരിക്കും. ആ ബോറടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അപ്പൊ പിന്നെ വട്ടം അടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാനില്ല, അപ്പൊ കുറെ പാട്ടെങ്കിലും. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ പിന്നെ പാടുന്നില്ല, ഫോട്ടോസ് റീൽസും മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രാവിലെ ഈ ആശുപത്രി പോക്ക്, പഠിത്തം, ഇതും വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒന്ന് കണ്ണടച്ചൊന്ന് കിടന്നാൽ മതി എന്ന അവസ്ഥയാണ്. അപ്പം എനിക്കാണെങ്കിൽ PR-ഉം അങ്ങനത്തെ സാധനം ഒന്നുമില്ല. അപ്പൊ ഞാൻ തന്നെയാണ് എന്റെ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുന്നത്. സോ രാവിലത്തെ നമ്മളൊരു നോർമൽ റെഗുലർ സ്റ്റുഡന്റിനെ പോലെ നമ്മൾ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് വൈകുന്നേരം ഇറ്റ്സ് ടു ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എനർജി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആയപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ഈ പാട്ട് പരിപാടി അങ്ങോട്ട് നിർത്തിയത്. ഒരു പാട്ട് പാടണോ? ഈ പാട്ട് പാടോ? ഞാനത് ഇൻട്രോ ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിരുന്നായിരുന്നു, ഞാൻ പാടണ്ടെന്ന് വിചാരിച്ചു. നിന്റെ ആർദ്ര ഹൃദയം. അതല്ലല്ലോ പാട്ടിന്റെ തുടക്കം. അതല്ല. അത് തുടക്കത്തിൽ നിന്ന് പാടണോ പകുതിന്ന് പാടിയാൽ മതി? ഇൻസ്റ്റഗ്രാമിൽ പാടിയിട്ടൊരു വേർഷൻ ഉണ്ട്. വെണ്ണിലാവ് പോലും നിനക്കെന്നെരിയും വേനലായി, വർണ്ണരാജി നീട്ടും വസന്തം വർഷശോഖമായി, നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി, നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി, ഇരുളിൽ പറന്ന മുറിവേറ്റ് പാടുമൊരു പാവം തൂവൽ കിളിയായി നീ, ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ, ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം, തളരും തനുവോടെ ഇടരും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ, വിരഹാർദ്രയായ സന്ധ്യേ, ആരോ വിരൽ മീട്ടി മനസ്സിൻ അടിപൊളി. That was nice. ഈ പാട്ട് ഇങ്ങനെ ഫ്രീക്വന്റ്ലി കേൾക്കുന്ന പാടുന്ന ഒരാളാണോ അല്ലെങ്കിൽ ആയിരുന്നോ? ഇല്ല, ആക്ച്വലി എന്താ പാട്ടിന്റെ സംഭവം എന്ന് വെച്ചാല് എന്റെ ചേച്ചി നല്ലോണം പാടും. ചേച്ചി 13 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച് ട്രെയിൻ ചെയ്ത ഒരാളാണ്. അപ്പൊ ഞാൻ കുഞ്ഞിലെ തൊട്ട് ചേച്ചി ഇങ്ങനെ പാട്ട് പഠിക്കുന്നതും പാട്ട് കേട്ട്, എന്റെ വീട്ടിൽ ഫുൾ ടൈം പാട്ടാണ്. അപ്പൊ അങ്ങനെ ചേച്ചി പാടുന്ന കേട്ട് ഞാൻ പഠിച്ചതാണ്. അല്ലാതെ ഞാൻ എവിടേക്കോ അമ്മ അച്ഛനും നിർബന്ധിച്ച് പാട്ട് പഠിപ്പിക്കാനൊക്കെ വിട്ടു. പക്ഷെ എനിക്ക് പറ്റിയില്ല അങ്ങോട്ട്. എനിക്ക് ആ ഇരുന്നങ്ങോട്ട് സാനിയൊന്നും പറ്റിയില്ല. എനിക്ക് ഞാൻ ഫുൾ ടൈം അടിയായിരുന്നു. എന്നിട്ട് അവസാനം കോൺസെൻട്രേഷന്റെ അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും ആ കുട്ടിക്കാലത്തെ ആ പിരിപിലിപ്പുള്ള പിള്ളേരുടെ പ്രശ്നമായിരുന്നു തോന്നുന്നു. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അതായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് ഷോയും ഡയമണ്ട് നെക്ലസും കഴിഞ്ഞിട്ട് വന്നൊരു സിനിമയാണ് ചാപ്റ്റേഴ്സ്. നല്ലൊരു റോളായിരുന്നു. നിവിൻ പോളിയുടെ സിസ്റ്റർ ആയിട്ടായിരുന്നു. ആ ഒരു ജേർണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കറക്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞു, എന്റെ ഓർമ്മ വളരെ മോശമാണ്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, നിവിൻ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് മലയാളത്തില്, നമുക്കിങ്ങനെ ചെയ്താലോ. നിവിൻ വിളിച്ചോണ്ട് ഞാൻ പിന്നെ എനിക്ക് തോന്നില്ല, ഞാൻ കഥ കേട്ടു, ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാനത് നിവിൻ ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഞാൻ ലൈക്ക് വളരെ കുറച്ചടുത്തായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് സെക്കൻഡ് ഷോന്റെ ലോഞ്ച് തൊട്ടാണ് ഞാൻ നിവിനെ പരിചയപ്പെട്ടത്. അന്ന് തൊട്ട് ഞങ്ങള്
ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഗ്യാപ്പ് വന്നു. ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ ആലുവ വന്നപ്പോഴത്തേക്കും നിവിന്റെ വീട്ടിൽ കയറിയിട്ട് അമ്മയ്ക്ക് അച്ഛനും കുറച്ച് നാരങ്ങയൊക്കെ വേണമായിരുന്നു. കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഒരാളുടെ ഫ്യൂണറലിന് പോയതാ. പക്ഷെ ഫ്യൂണറലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടുത്തെ വീട്ടുകാർ എന്നെ പറഞ്ഞു, ഹൈ തന്റെ ഫ്രണ്ട് വീടാണല്ലോ അപ്പത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? എനിക്ക് ഇവിടെ ഫ്രണ്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അല്ല നിവിൻ പോളിയുടെ വീടാ. നിവിന്റെ വീട് ഇവിടാണോ? അപ്പൊ ഞാൻ അവനെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് അമ്മ കണ്ടത്, അയ്യോ കുക്കു കൊള്ളാലോ, ആ മരത്തിൽ കുറെ നാരങ്ങയല്ല റംബൂട്ടാനുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറിക്കണോ വേണോ? കിട്ടുമോ, നിനക്കറിയാമോ? അപ്പൊ ഞാൻ 1 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു. ഇങ്ങനെ അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ ആന്റി തുറന്നിട്ട് അമ്മ അച്ഛനും കുറെ റംബൂട്ടാനൊക്കെ പറിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് അത് എന്റെ ആലപ്പുഴയ്ക്ക് പോയത്. സോ എനിക്ക് തോന്നുന്നു ഒരു ഹാർഡ്ലി 2-3 months മുന്നേ നടന്നൊരു കഥയാണത്. അപ്പൊ അങ്ങനെയായിരുന്നു ലൈക് ചാപ്റ്റേഴ്സിന്റെ ബേസിക് വാസ് ദാറ്റ്. സോ ലൈക് സി അനദർ ലൈക്ക് ഐ സെഡ്, ഇവിടെയാണ് റിലേഷൻഷിപ്സും ഇമ്പോർട്ടൻസ്. സോ ഇഫ് എനിക്ക് അത്രയ്ക്കും അടുത്തൊരാൾ ഒരു സിനിമയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഞാനിപ്പം ചിലപ്പം പൈസയും എത്ര റോളാണോ ഒന്നും ഞാൻ നോക്കില്ല. ഫോർ മീ ദ ഹോൾ പോയിന്റ് ഇസ് ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് എ ഗുഡ് സ്റ്റോറി. ആ ഒരു ബിലീഫിലാണ് ഞാൻ കുറേ പടങ്ങൾ ചെയ്തത്. അതിപ്പം മേരിയ വസുന ആയിരുന്നെങ്കിലും കൊണ്ടലാണെങ്കിലും എല്ലാം 2018 ആണെങ്കിലും ഓൾ ഓഫ് ദീസ് വർ പ്യൂർലി ഫോർ ദാറ്റ്, ജസ്റ്റ് ദാറ്റ് റിലേഷൻഷിപ്പ്. ആ ഒരു കണക്ഷന്റെ ബേസിസിലാണ് എല്ലാം. ഗൗതമിയുടെ സിനിമ ആർക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് ദുൽഖർ, അത് കഴിഞ്ഞ് ഫഹദ്, പിന്നെ നിവിൻ, പിന്നെ വരുന്ന കൂതറയാണെങ്കിൽ ടൊവിനോ ഉണ്ട്, സണ്ണി ഉണ്ട്, അങ്ങനെ ഒരു ആർക്ക് വന്നായിരുന്നു. പിന്നെ വാട്ട് മെയ്ഡ് ദാറ്റ് ആ ഒരു ബ്രേക്ക്? സോ ലൈക്ക് ഐ സെഡ്, ഇൻ എ ലോട്ട് ഓഫ് കേസസ് ഞാൻ കുറെ പടങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് വാസ് നോട്ട് ബിക്കോസ് ഐ വാണ്ടഡ് ടു സേ നോ, ബട്ട് ദേ വർ ചുറ്റുപാടും whatever lot of certain issues and circumstances കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ബട്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു like so many good directors had reached out to me for movies, and unfortunately നല്ല പടങ്ങളായിരുന്നു, അതിൽ ഒന്നിന്റെ ഭാഗമാവാൻ പറ്റില്ല. But like I said, no regrets there. Like ഇന്ന് എവിടെയാന്ന്, like wherever I am today, very happy in that space. But again, if there is an opportunity to grow, why not? പക്ഷെ അത് കാണാത്തതിന്റെ കാരണം was only because of that unfortunate എന്താണ് ബുദ്ധിയില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ തന്നെ ചോയ്സസിന്റെ അത്രേ ഉള്ളൂ, സർക്കംസ്റ്റാൻസസ് അറൗണ്ട്, അതാണ് അവിടെ മെയിൻലി പറ്റിയത്. അല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നൊന്നും ആരോടും ഞാൻ അപ്പൊ പറഞ്ഞിട്ടില്ല. അതിപ്പോഴും അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രീം ഡയറക്ടർ, ഡ്രീം ആർട്ടിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വിചാരിക്കല്ലോ ഇല്ല, എനിക്ക് എല്ലാവരോടും കൂടെ വർക്ക് ചെയ്യണം, ഇങ്ങനെ ഒരാളെന്നുള്ളില്ല. ബിക്കോസ് ഐ ഫീൽ എല്ലാവരുടെയും രീതി വ്യത്യാസമാണ്, എല്ലാവരുടെയും മേക്കിംഗ് സ്റ്റൈൽ വ്യത്യാസമാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് ഓൾസോ എല്ലാവരും പല പല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. സോ എനിക്ക് എല്ലാവരുടെയും കൂടി ഒരു എക്സ്പീരിയൻസ് വേണം. ബിക്കോസ് ഐ ഫീൽ നമ്മൾ ഓരോരുത്തരടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും യു ഗെറ്റ് ടു ആഡ് സ്മോൾ എലിമെന്റ്സ് ഫ്രം their lives into your journey, and that makes you grow. I feel അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹണ്ട് മാത്രമാണ് എൻ്റെ പ്യുവർ ഗ്രോത്ത്. That's it. Yeah. Wishing you all the very best. Thank you so much. Thank you so much for your time. Thank you for having me. രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്. സോ ഇനി ഹോപ്പ്ഫുള്ളി അടുത്ത പടം വല്ല ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും വരും പ്രൊമോഷൻ ഒക്കെ ആയിട്ട്.